ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ചുരിദാർ 2024 വിഷുവിന് ഞാൻ സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചുരിദാറിന് ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓണം വിഷുവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ മെറ്റീരിയൽ ഇല്ലാതെ എന്താഘോഷം. ടിഷ്യൂ മെറ്റീരിയൽ വാങ്ങിച്ച് അതുകൊണ്ട് ചുരിദാറോ പട്ടുപാടോ ഒന്നും തയ്ച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ടോ ആ ദിവസം മാത്രം ഒന്ന് ഇട്ടിട്ട് പിന്നെ അത് ഇടുകയില്ല. അപ്പോൾ ഇത്തവണ ഞാൻ എൻ്റെ പഴയ ചുരിദാറിനൊരു മേക്ക് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഇതിൻ്റെ ഈ ഷോൾഡറൊക്കെ ഒന്ന് സ്റ്റിച്ച് അഴിച്ചെടുക്കണം. ഇതിൻ്റെ കൈയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ആദ്യം അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതേ നമ്മുടെ കൈയൊക്കെ അഴിച്ചു മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് സ്റ്റിച്ച് അഴിക്കാൻ ഇച്ചിരി പണിയാണ്. പിന്നെ അത് സ്റ്റിച്ച് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ടിലൊരു അജ്രക് മെറ്റീരിയൽ ഇതുപോലെ വെച്ച് അതിന് സ്റ്റോണൊക്കെ പിടിപ്പിച്ച്, കാരണം അന്ന് ഇത് നല്ലൊരു മോഡലായിരുന്നു. ഇപ്പോഴും ഈ ഒരു മോഡലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് അഴിച്ചെടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇച്ചിരി പണി ഉണ്ടായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ മേലെ ചെറിയ ബീഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ തുന്നി കുത്തിയതൊക്കെ ചെറിയ പണി ഉണ്ടായിരുന്നു അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനത് മുഴുവനായിട്ട് അഴിച്ചു മാറ്റുന്നില്ല. രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ അതിൻ്റെ സ്റ്റിച്ചൊക്കെ എടുത്തത്. ആ അജ്രക് മെറ്റീരിയലിൻ്റെ സ്റ്റിച്ച് എടുത്തുള്ളത് മുഴുവനും ഞാൻ അത് പറിച്ചെടുത്തിട്ടില്ല. ഇനി നമ്മൾ ഇതുപോലെ ഞാനൊരു വീനെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇനി നമ്മുടെ മേലത്തെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇത് വീഡിയോയിൽ ഞാൻ അടയാളപ്പെടുത്തണില്ലേ, അവിടെ ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിനെ നമ്മൾക്ക് ഇനി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഞാനൊരു വീനെക്ക് കഴുത്താണ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു അജ്രക്ക് മെറ്റീരിയൽ ഞാൻ കളയുന്നില്ല കേട്ടോ, കാരണം എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയലുമാണ്. പിന്നെ ഞാനത് ചെയ്ത വർക്ക്, ആ ഗ്ലാസ്സൊക്കെ ഒട്ടി മിറർ വർക്കൊക്കെ ചെയ്തു, അതിൻ്റെ ചുറ്റും ആ ബീഡ്സൊക്കെ തുന്നി പിടിച്ചപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന വർക്കാവുമ്പോൾ നമുക്ക് ഇത്തിരി ഇഷ്ടം കൂടുമല്ലോ. അങ്ങനെ അപ്പോൾ അതേ നമ്മളിതുപോലെ നെക്കങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം മാറ്റി വെച്ച ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യം വരും കേട്ടോ. ഈ രണ്ട് ചെറിയ ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ കഴുത്തിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു മെറ്റീരിയൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ഇതിൻ്റെ തന്നെ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മോൾക്ക് പട്ടുപാട വാങ്ങിച്ചപ്പോൾ ഇച്ചിരി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചെറിയ എനിക്ക് ഇഷ്ടപ്പെടുന്ന പീസുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഫാബ്രിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കും. എന്തിനെങ്കിലൊക്കെ വേണ്ടിയിട്ട് ഉപകാരമാവും. ഞാനിത് ഇതുകൊണ്ടൊരു പൗച്ച് ഉണ്ടാക്കാം, എന്നിട്ട് അതിൽ ചെറിയ ഫാബ്രിക് പെയിൻറ്റ്സൊക്കെ കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുകൊണ്ട് ചെറിയൊരു പീസേ നമുക്ക് വേണ്ടുള്ളൂ. ഒരു 3 ഇഞ്ചിലാണ് നമുക്ക് ചെറിയൊരു പീസ് വേണം. അപ്പോൾ ആ 3 ഇഞ്ചിൽ നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് അത്രയും ലെങ്ത്തിൽ 3 ഇഞ്ചിലൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കി മെറ്റീരിയൽ കൊണ്ട് എനിക്കൊരു പൗച്ച് ഉണ്ടാക്കണം. അതിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു പീസ് ഞാൻ മാറ്റി വയ്ക്കും, എന്നെങ്കിലും നമുക്ക് ആവശ്യം വരും. അപ്പം ഞാനിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് ആ ഒരു 3 ഇഞ്ച് നമുക്കങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കഴുത്തിൻ്റെ അവിടെ 1.5 ഇഞ്ചല്ലേ നമ്മൾ കഴുത്ത് അളന്ന് കട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന്. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഞാൻ അതുപോലെ നല്ല വൃത്തിയിൽ തന്നെ മടക്കിയെടുത്ത് വയ്ക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു പീസിനെ നമുക്ക് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നടുമടക്കുക, എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാനാട്ടോ. പല ആളുകളും ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്, കഴുത്ത് നമ്മളൊരു തരത്തിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഇതുപോലെ തന്നെ പിന്നെ കഴുത്ത് ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ കഴുത്തൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റും. എന്നോട് അങ്ങനെ പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഈ കഴുത്തൊന്നും മാറ്റാൻ പറ്റില്ല, ഇതുപോലെ തന്നെ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചിലപ്പോൾ അവർക്ക് മടികൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ ഇതേ നമ്മൾ 2 പീസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്താലേ നമുക്ക് നല്ല വൃത്തിയിൽ വെക്കാൻ പറ്റുള്ളൂ. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ നമ്മുടെ ചുരിദാറിൻ്റെ
മുകളിൽ ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പം ഞാനിതേ ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ ഒരു തുണി ഉണ്ടല്ലോ, നമ്മൾ കഴുത്തിൻ്റെ അവിടെ വെച്ചടിച്ച തുണി ഇതുപോലെ മടക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തത്. ഇനി നമുക്ക് അടുത്ത സൈഡിലും കൂടിയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡിലും നമ്മൾ ആ 3 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ, അത് കഴുത്തിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതേ ആ ഒരു കട്ട് ചെയ്ത പീസ് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു അജ്രക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത്രയും ഇറക്കത്തിൽ നമ്മുടെ കഴുത്ത് കിടക്കുമല്ലേ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതുപോലെ വെച്ച് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് എൻ്റെ മൈൻഡ് അങ്ങ് മാറി. ഞാൻ പിന്നെ ഇതുപോലെ തന്നെ ആ കഴുത്ത് മടക്കൊന്നും ചെയ്തില്ല, ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്തു. അപ്പം ഇനി ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഭംഗിക്കുറവ് തോന്നി. അതുകൊണ്ട് ഞാനെന്ത് വിചാരിച്ചു, എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ബീഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബീഡ്സ് ഞാൻ 20 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബീഡ്സിന് 20 രൂപയും ആ പാക്കറ്റിലായിട്ട് ഇരിക്കുന്നതിന് 10 രൂപയും. പക്ഷേ ഞാൻ ഈ ഒരു പൊട്ടിച്ച പാക്കറ്റ് മാത്രം എടുക്കണുള്ളൂ 20 രൂപയുടെ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫാബ്രിക് ഗമ്മാണ് കേട്ടോ, അതും കൂടെ. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ആ ഒരു വെള്ള സ്റ്റോൺ വെച്ചിട്ട് അതിങ്ങനെ ഫാബ്രിക് ഗം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വർക്കൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ, കൂടുതലായ ചിലപ്പോൾ ഒരു വൃത്തികേടാവുമെന്ന് തോന്നി. അപ്പോൾ ഇതുപോലെ വിട്ടിട്ട് ഞാൻ ആ ഒരു മുത്തുകൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ എങ്ങനെയുണ്ട്, കഴുത്ത് ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ ഈ ഒരു വർക്ക്? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്ന് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ആദ്യത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മെറ്റീരിയൽ ഉണ്ടെച്ചെങ്കിൽ എപ്പോഴെപ്പോഴും ഈ ടിഷ്യൂ മെറ്റീരിയൽ വാങ്ങിച്ച് ഇങ്ങനെ കാശ് കളയണ്ടല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ ഒരു മേക്ക് ഓവർ കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.